ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടുള്ളതാണ്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് അവബോധം നൽകാനുമായാണ് ജൂൺ 5 പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധജലവും വിളവ് തരാൻ ഗുണമേന്മയുള്ള നല്ല മണ്ണുമുണ്ടെങ്കിൽ ഭൂമിയിലെ മനുഷ്യജീവിതം അതിമനോഹരമാകും. മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം തന്നെയാണ് നമ്മുടെ പ്രകൃതി. പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ കാലത്തെ രീതികളെല്ലാം മനുഷ്യന് തിരിച്ചടി നൽകുമെന്ന് തീർച്ച. എന്നാൽ പ്രകൃതിയെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ലാതെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമാണ് നിലവിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരവസ്ഥ. പ്രകൃതിയുടെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ തലമുറയ്ക്ക് പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം നൽകാനുമായാണ് ജൂൺ 5 പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഇനി നമുക്ക് ഈ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ കൂടി വരികയാണ്. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക, അതിലൂടെ ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിന് കാരണമാവുകയും ആഗോളതാപനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ചരിത്രം എങ്ങനെയാണെന്ന് നോക്കാം. മനുഷ്യ പരിസ്ഥിതിയെക്കുറിച്ചുള്ള സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ മനുഷ്യ ഇടപെടലുകളും പരിസ്ഥിതിയും സംയോജിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കു ശേഷം 1972 UN പൊതുസഭ ലോക പരിസ്ഥിതി ദിനം ആചരിക്കാനായി തീരുമാനിച്ചു. ഇതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ പരിസ്ഥിതി ദിനം ആചരിച്ചത്. ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു അന്നത്തെ വിഷയം. പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നതിനായി 1974 മുതൽ വർഷം തോറും ആഘോഷങ്ങൾ നടന്നിരുന്നു. ഈ ഭൂമി വരും തലമുറകൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുകയും നടപ്പാക്കുകയുമാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം. ആഗോളതാപനം, സമുദ്രമലിനീകരണം, മനുഷ്യരുടെ അമിത ജനസംഖ്യ, വന്യജീവികളുടെ സംരക്ഷണം, സുസ്ഥിര ഉപഭോഗം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ദിനത്തിൽ ഗൗരവകരമായി ചർച്ച ചെയ്യുന്നു. പുനഃസങ്കല്പിക്കുക, പുനർനിർമ്മിക്കുക, പുനഃസ്ഥാപിക്കുക എന്നതാണ് 2021 പരിസ്ഥിതി ദിനത്തിന്റെ ആപ്തവാക്യം. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പതിറ്റാണ്ടിന്റെ തുടക്കമായാണ് ഈ പരിസ്ഥിതി ദിനത്തെ ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുന്നത്. ഈ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. നമ്മുടെ ചുറ്റുപാടുകളെ നന്നായി ശ്രദ്ധിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഇത്തവണത്തെ പരിസ്ഥിതി ദിനം. നമുക്ക് ജീവിക്കാനും ജീവിതം ആസ്വദിക്കാനും നമ്മുടെ ഗ്രഹത്തെ ഹരിതവും ആരോഗ്യകരവുമാക്കി മാറ്റാമെന്ന ഒരു വാഗ്ദാനം ചെയ്യാം. കൊറോണ വൈറസ് എന്ന മഹാമാരിയും പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളെ നന്നായി ശ്രദ്ധിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പരിസ്ഥിതി ദിനം. മനോഹരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ വരും തലമുറകൾക്ക് ആരോഗ്യകരവും സന്തോഷകരവുമായ അന്തരീക്ഷം നൽകാനായും ശുദ്ധവും ഹരിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പ്രപഞ്ചത്തിൽ ഇത്രയും മനോഹരവും ഊർജ്ജസ്വലവും സജീവവുമായ മറ്റൊരു സ്ഥലമില്ലാത്തതിനാൽ നമ്മുടെ മനോഹരമായ ഗ്രഹത്തെ രക്ഷിക്കാനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഏവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ.